ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ഫെബ്രുവരി 23, വിശുദ്ധ പോളികാർപ്പിൻ്റെ തിരുനാൾ. യോഹന്നാൻ ശ്ലീഹയുടെ ശിഷ്യനായിരുന്ന പോളികാർപ്പ് യോഹന്നാനിൽ നിന്ന് കേട്ടിട്ടുള്ള കാര്യങ്ങൾ ആധുനിക ടർക്കി ഉൾപ്പെടെ സ്മിർനായിലെ ജനങ്ങളെ പറഞ്ഞു കേൾപ്പിച്ചിരുന്നുവെന്ന് വിശുദ്ധ ഇരണേവൂസ് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. യോഹന്നാൻ മെത്രാനായി വാഴിച്ച ശേഷം പോളികാർപ്പിനെ കുറിച്ച് വെളിപാടിൻ്റെ പുസ്തകത്തിൽ സ്മിർനായിലെ മാലാഖ എന്ന് അഭിസംബോധന ചെയ്തിരിക്കുന്നു. പിന്നീട് ശ്ലീഹ പോളികാർപ്പിനെ ഇങ്ങനെ എഴുതി, മരണം വരെ വിശ്വസ്തനായിരിക്കുക, ജീവന്റെ കിരീടം ഞാൻ നിനക്ക് തരും. 80 വയസ്സായപ്പോൾ അനിസത്തൂസ് മാർപ്പാപ്പയെ സന്ദർശിക്കാൻ റോമിലെത്തിയ പോളികാർപ്പിനോട് പാഷണ്ഡിയായ മാർസിയനെ അറിയുമോ എന്ന ചോദ്യത്തിന് ഉവ്, പിശാചിന്റെ കടിഞ്ഞൂൽ പുത്രനല്ലേ എന്ന് മറുപടി നൽകി. വന്ധ്യനായ മെത്രാൻ പോളികാർപ്പിനെ വധിക്കാൻ മടി തോന്നിയ ഉദ്യോഗസ്ഥർ യേശുവിനെ ദുഷിച്ചു പറയാൻ ആജ്ഞാപിച്ചു. 86 വർഷം ഞാൻ യേശുവിനെ സേവിച്ചു, അവിടുന്ന് എനിക്കൊരു ദ്രോഹവും ചെയ്തിട്ടില്ല, എന്നാൽ എനിക്ക് നന്മകളെ ചെയ്തിട്ടുള്ളൂ. ആ യേശുവിനെതിരായി ഞാൻ എങ്ങനെ ദൂഷണം പറയും? പ്രത്യേകിച്ച് എൻ്റെ സൃഷ്ടാവിനെ ഞാൻ എങ്ങനെ ദൂഷണം പറയാനാണ്? അവിടുന്നാണ് എൻ്റെ ന്യായാധിപൻ. ഇത് കേട്ടതും ക്രൂദ്ധനായ പ്രോകൊൺസ്യൂൾ പോളികാർപ്പിനെ ജീവനോടെ ദഹിപ്പിക്കാൻ ആജ്ഞാപിച്ചു. ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനായ യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൽ എന്നെയും ഓഹരിയാക്കിയതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ സ്തുതിക്കായി എന്നെ തന്നെ ബലിയർപ്പിക്കുന്നതിനും സ്വർഗത്തിൽ അനവരതം അങ്ങയെ സ്തുതിക്കുന്നതിനും എന്നെ യോഗ്യനാക്കണേ. തീയിൽ ദഹിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ദേഹത്ത് തീ കത്താതെ പോളികാർപ്പിന്റെ ദേഹത്തു നിന്നും സുഗന്ധം വീശി. അപ്പോൾ വിജാതിയർ കുന്തം കൊണ്ട് കുത്തിക്കൊന്നു. വിശുദ്ധ പോളികാർപ്പെ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.